ഹായ് ഫ്രണ്ട്സ്, പുതിയൊരുടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50,000 കിലോമീറ്റർ ഓടിയ ഒരു പാഷൻ പ്രോ ബൈക്കിന്റെ ക്ലച്ച് വെയിറ്റ് നമുക്ക് എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 50,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്ലച്ച് വെയിറ്റ് മാറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയും കുറയാനും അതുപോലെ തന്നെ എഞ്ചിൻ ഓവർ ഹീറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ക്ലച്ച് വെയിറ്റ് മാറേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മൾ ക്ലച്ച് വീസ് മാറാൻ പോകുന്ന പാഷൻ പ്രോ ബൈക്കാണിത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ക്ലച്ച് വീസ് മാറേണ്ടത് എന്നുള്ളൊരു കാര്യം നോക്കാം. നമുക്ക് ഈ ക്ലച്ച് വീസ് മാറാനായിട്ട് ആദ്യം തന്നെ ഈ ക്ലച്ചിന്റെ ഈ ഒരു കവറിങ് നമുക്ക് പൊളിച്ച് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ക്ലച്ചിന്റെ കവർ ഇളക്കാനായിട്ട് നമുക്ക് ഈ ചുറ്റു ബോൾട്ടുകളെല്ലാം നമുക്ക് അഴിച്ചു മാറണം. 8 mm ചുറ്റു ബോൾട്ടുകളാണ് വന്നേക്കുന്നത്. അതെല്ലാം നമുക്കൊന്ന് അഴിച്ചു മാറ്റി കവർ ഇളക്കി എടുക്കാം. ഇതാണ് നമ്മുടെ ക്ലച്ച് വേസ്. ഈ ക്ലച്ച് വേസാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഈ ക്ലച്ച് വേസ് മാറാനായിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു റോട്ടർ ഫിൽറ്ററും അതുപോലെ തന്നെ ഈ ക്ലച്ചിന്റെ ഈ ഒരു പ്ലേറ്റുകളും നമുക്കൊന്ന് അഴിച്ചെടുക്കണം. ഇത് അഴിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ക്ലച്ച് വേസ് മാറുന്നത്. അതെങ്ങനെയാണ് അഴിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ നെറ്റ് അഴിച്ചെടുക്കണം. ഈ ഒരു നെറ്റ് അഴിച്ചെടുക്കാണ്ട് ഈ 4 10-ന്റെ ബോൾട്ടുകൾ ഒഴിച്ച് നമുക്ക് ഇതിന്റെ സ്പ്രിങ് കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ക്ലച്ചിന്റെ ഈ 4 സ്പ്രിങ്ങും അതേപോലെ 10-ന്റെ ബോട്ടിൽ അഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കപ്പ് ഒന്ന് അഴിച്ചിടണം. കപ്പ് അഴിക്കാനായിട്ട് ഇവിടെ 2 8-ന്റെ ബോൾട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ 2 8-ന്റെ ബോൾട്ട് ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കപ്പ് ഊരിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് അഴിച്ചെടുക്കാം. ഇതൊരു സ്പെഷ്യൽ ടൂൾസ് പുള്ളർ ഉപയോഗിച്ച് നമ്മൾ ഈ നെറ്റ് അഴിച്ചെടുക്കാൻ പോകുന്ന ഇത് നമ്മളെ ക്ലച്ചിന്റെ ഹോൾഡറാണ്. ഈ ക്ലച്ചിന്റെ ഹോൾഡർ നമുക്ക് ഇതിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലച്ചിന്റെ ബോക്സ് ആണിത്. ക്ലച്ചിന്റെ നെറ്റ് ഇളക്കുന്ന ബോക്സ് ആണ്. സ്പെഷ്യൽ ടൂൾസ് പുള്ളറാണ്. അപ്പോൾ ഈ ഒരു പുള്ളറിലേക്ക് കയറ്റിയതിനു ശേഷം നമുക്ക് ഡിസ്റ്റൻസ് വരും. റാച്ചറ്റും ഡിസ്റ്റൻസ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നെറ്റിനെ അഴിച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ കൂടെ ഈ നെറ്റ് ഈ ബുള്ളറിന്റെ കൂടെ തന്നെ അഴിഞ്ഞു വരുന്നുണ്ട്. അതാണ് നമ്മുടെ നെറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ക്ലച്ചിന്റെ ബേസ്, ഇതാണ് നമ്മൾ ഈ ബേസാണ് നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഇതാണ് ഈ ക്ലച്ചിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബേസും അതുപോലെ ഫ്ലാറ്റും ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ബേസുകളാണ് മാറേണ്ടത്. ഇതാണ് നമ്മുടെ സെന്റർ ക്ലച്ച്. ഈ സെന്റർ ക്ലച്ച് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ഈ ക്ലച്ച് ബേസ് പോയ അതേ ഒരു ഫീലിംഗിൽ വണ്ടി പുള്ളിങ് കുറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെന്റർ ക്ലച്ചും കൂടി മാറാൻ കഴിയുമെങ്കിൽ മാറണം. നമ്മളിപ്പോൾ സെന്റർ ക്ലച്ച് മാറുന്നില്ല, ഇതിന് വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല. അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെയുള്ള പുള്ളിങ് കുറവ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബേസ്. അപ്പോൾ ഈ ബേസും നമുക്ക് അതുപോലെ ഈ സെന്റർ ക്ലച്ച് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. ഇതിൽ ഈ വണ്ടിക്ക് നമ്മൾ എന്തായാലും ഇത് മാറുന്നില്ല, ബേസ് മാത്രമാണ് മാറുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മാറ്റുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതാണ് ക്ലച്ച് ബേസ്. അപ്പോൾ ഈ ക്ലച്ച് ബേസിന്റെ വില എന്ന് പറഞ്ഞാൽ 380 രൂപയോളം നമ്മൾ ക്ലച്ച് ബേസിന് വില വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ക്ലച്ച് കവറിന്റെ പാക്കിങ്, ഈ ഒരു പാക്കിങ് കൂടി മാറുന്നുണ്ട്. ഈ ഒരു പാക്കിങ് മാറില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ രണ്ടാമത് ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലച്ച് കവറിന്റെ സൈഡിൽ കൂടി ഓയിൽ ലീക്ക് വരാറുണ്ട്. അതിനാണ് നമ്മൾ ഈ പാക്കിങ് പുതിയത് മാറി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവാം. നമുക്ക് ഓരോ ബേസും അത് കഴിഞ്ഞ് ഓരോ പ്ലാറ്റും ആയിട്ടാണ് ഇതിന്റെ കൂടെ നമ്മൾ അടുക്കാറ്, ക്ലച്ച് ആയിട്ട് അടുക്കാറ്. അപ്പോൾ നമുക്ക് ആദ്യം ബേസ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈ പ്ലേറ്റ് വരുന്നുണ്ട്, പ്ലേറ്റ് അടുക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ക്ലച്ചിന്റെ എല്ലാ ഭാഗങ്ങളോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇതിന്റെ പാക്കിംഗ് കൂടെ സെറ്റ് ചെയ്യാം.
ഈ ക്ലച്ച് കവറിന്റെ ഈ ഒരു പാക്കിംഗ് കൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ക്ലച്ച് കവർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വർക്ക് തീരുന്നതാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലച്ച് മാറേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സുമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.